വർഷങ്ങളോളം മാറി നിന്നതിന് ശേഷം ഉപ്പുമുളകിലും സജീവമായിരിക്കുകയാണ് നടൻ SP ശ്രീകുമാർ. പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ നീലുവിൻ്റെ സഹോദരൻ കുട്ടു എന്ന കുട്ടുമാമനായിട്ടാണ് ശ്രീകുമാർ അഭിനയിക്കുന്നത്. മുൻപും പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ആരാധക പിൻബലമുള്ള നടനായിരുന്നു ശ്രീകുമാർ. തിരിച്ചു വന്നപ്പോഴും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇതിനിടെ ശ്രീകുമാറിനെ കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ബിജു സോപാനവും നിഷ സാരംഗും. പരമ്പരയിലെ ബാലു നീലു എന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇരുവരും ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥികളായി എത്തിയതായിരുന്നു. ഉപ്പുമുളകിനെയും കുറിച്ചുള്ള അവതാരകന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ സെറ്റിലുണ്ടായ ചില കാര്യങ്ങളും കാണിച്ചിരുന്നു. അതിലൊന്ന് ശ്രീകുമാറിൻ്റെ വൈറലായ വീഡിയോയാണ്. പരമ്പരയിലെ ഒരു എപ്പിസോഡ് ചിത്രീകരിക്കുന്നതിനിടയിൽ ധരിച്ചിരുന്ന ബർമുഡ ഊരിയെറിഞ്ഞുകൊണ്ട് ഡയലോഗ് പറയുന്ന ശ്രീകുമാറാണ് വീഡിയോയിലുള്ളത്. ഇത് കണ്ട് ബാക്കിയുള്ള താരങ്ങളൊക്കെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആ സംഭവം അറിയാതെ ഉണ്ടായതാണെന്നാണ് നിഷ പറയുന്നത്. സീരിയസ് ആയി ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രീകുമാറിനെ നിക്കറൂരി വരാൻ തുടങ്ങി. ഇതിങ്ങനെ വരുന്നത് കാണുന്നുണ്ടെങ്കിലും ഷോട്ട് ആയതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും താഴെ വരെ എത്തി. ഇതോടെ അത് ഊരിയെടുത്ത് അഭിനയിക്കുകയായിരുന്നു എന്നാണ് നിഷ പറയുന്നത്. അങ്ങനൊരു സീനോ ഡയലോഗുകളോ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. പക്ഷേ ഒടുവിൽ അത് സീനിലേക്ക് ചേർത്ത് എപ്പിസോഡിൽ കാണിച്ചു. മാത്രമല്ല പിന്നണിയിൽ നടന്ന വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലായി മാറുകയും ചെയ്തു. താരങ്ങൾ പറയുന്നു, ഇതുപോലെ ലൊക്കേഷനിൽ നടക്കുന്ന പല സംഭവങ്ങളും പരമ്പരയിലേക്ക് ചേർത്ത് ഡയലോഗുകളായി വരാറുണ്ടെന്നാണ് ബിജു പറയുന്നത്. ഇതുപോലെ പാറുക്കുട്ടിയുടെ ചില ഡയലോഗുകളും എപ്പിസോഡിൽ അവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട്. വിവാഹത്തെക്കുറിച്ചൊരു സംസാരത്തിലാണ് ഇത് നടക്കുന്നത്. കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതത്തെക്കാളും എത്രയോ നല്ലതാണ് പ്രേമിച്ച് നടക്കുമ്പോഴെന്ന് ഞാൻ ഇടയ്ക്ക് പറയാം. കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണല്ലോ രണ്ടു പേർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. ഭർത്താവ് അത് ചെയ്യാൻ പാടില്ലെന്ന് ഭാര്യയും ഭാര്യ അവിടെ പോകരുതെന്ന് ഭർത്താവും പറയുന്നതോടെ യുദ്ധം തുടങ്ങുകയാണ്. ഇതോടെ ഞാൻ പറയുന്നത് പാറുകുട്ടി കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഒരു കൗണ്ടറിങ് വന്നു. അതിനിപ്പോൾ എന്താണ്? ആണിനെ ആണിൻ്റെ വഴിക്കും പെണ്ണിനെ പെണ്ണിൻ്റെ വഴിക്കും വിട്ടാൽ പ്രശ്നം സോൾവ് ആയില്ലേ എന്നായിരുന്നു അവളുടെ ചോദ്യം. സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ ഇത് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. പുള്ളി എഴുത്ത് നിർത്തിയിട്ട് അവളെ ഒന്ന് നോക്കി. അടുത്ത സീൻ വന്നപ്പോൾ അതിൽ ഈ ഡയലോഗ് എഴുതി ചേർത്തിട്ട് പാറുവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുവെന്നും നിഷ പറയുന്നു.